വെൽക്കം ടു മലയാളം മനോരമ ഹൊറൈസൺ. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രേഡ് 8-ലെ തേർഡ് ചാപ്റ്ററായ പോളിഗൺസിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോളിഗൺ എന്താണെന്ന് പഠിക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിഗൺസ് പഠിക്കും, അതുകൂടാതെ പോളിഗൺസിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എത്രയാണെന്ന് പഠിക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങുമല്ലേ? ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ എന്താണ് കാണുന്നത്? ഒരു മുതലയെ കാണാം, അതുകൂടാതെ ഒരു കുട്ടിയെ കാണാം. അപ്പൊ നമ്മുടെ ഗെയിം എന്താണെന്നറിയോ? നമ്മുടെ ഗെയിം ഇതാണ്. ഈ മുതലയുടെ കയ്യിൽ നിന്ന് ഈ കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതായത് ഈ മുതലയെ നമുക്കൊരു കൂട്ടിലാക്കണം. എങ്ങനെ കൂട്ടിലാക്കും നമുക്ക് ഈ മുതലയെ? അതായത് അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ, ആ കൂടിന്റെ സ്ട്രെയിറ്റ് ലൈൻസ് മാത്രം വരച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു കൂടുണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടിന്റെ സൈഡ്സ്, അതായത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് മാത്രം വരച്ചുകൊണ്ട് മാത്രമേ ഇവിടെ ഈ മുതലയെ നമുക്ക് കൂട്ടിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങുമല്ലേ? കളി തുടങ്ങുമല്ലേ? അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ താഴേക്ക് വരച്ചു. ഇപ്പൊ ഈ മുതല കൂട്ടിലായോ? നോക്കിയേ, ഈ മുതലയ്ക്ക് കുട്ടിയുടെ അടുത്ത് വഴിയുണ്ടോ? ഉണ്ട്. ഇതിലൂടെയൊക്കെ പോകാം. മുതലയ്ക്ക് ഇതുവഴി നടന്ന് കുട്ടിയുടെ അടുത്തെത്താം, അതുപോലെ തന്നെ ഇതുവഴി മുതലയ്ക്ക് കുട്ടിയുടെ അടുത്തെത്താം. അപ്പൊ മുതല കൂട്ടിലായോ? ഇല്ല, മുതല കൂട്ടിലായില്ല. ഇനി നമുക്ക് മുതലയെ കൂട്ടിലാക്കാൻ നമുക്ക് ഒരു വരയും കൂടെ വരച്ചാലോ? ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ വരച്ചാലോ? വരയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇപ്പൊ മുതല കൂട്ടിലായോ? നോക്കിയേ, ഇല്ലല്ലേ. അതായത് മുതലയ്ക്ക് ഇതുവഴി കുട്ടിയുടെ അടുത്തെത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? മുതലയെ കൂട്ടിലാക്കണം. ഇനി എത്ര വരയും കൂടെ വരച്ചാൽ മുതലയെ കൂട്ടിലാക്കാൻ പറ്റും? നമുക്ക് ആലോചിച്ച് നോക്കിയേ. ഒരു വര വരയ്ക്കണോ? 2 വര വരയ്ക്കണോ? ആലോചിച്ച് നോക്കിയേ. കറക്റ്റ്. ഇനി നമുക്ക് ഒരു വരയും കൂടെ വരച്ചാൽ നമുക്ക് മുതലയെ കൂട്ടിലാക്കാം. ആ വര എങ്ങനെ ആയിരിക്കണം? ആ വര സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. നമുക്ക് എങ്ങനെ വരയ്ക്കാം? ആ വര നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ് ഞാൻ. ഈ വര ഞാൻ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ മുതല കൂട്ടിലായോ? ഇപ്പൊ ഈ മുതലയ്ക്ക് കുട്ടിയുടെ അടുത്തെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല. കാരണം എന്താ? മുതല കൂട്ടിനകത്താണ്. മുതലയ്ക്ക് ഇതുവഴി പോകാൻ സാധിക്കില്ല, ഇതുവഴി പോകാൻ സാധിക്കില്ല, ഇതുവഴിയും പോകാൻ സാധിക്കില്ല. അപ്പൊ മുതല കൂട്ടിനകത്തായി അല്ലേ? അപ്പൊ നമ്മൾ കളി ജയിച്ചില്ലേ? മുതലയെ നമ്മൾ കൂട്ടിനകത്താക്കി. അപ്പൊ ഈ കൂടിന്റെ ഒരു രൂപം കണ്ടോ? എന്താണ് കൂടിന്റെ രൂപം? ഈ കൂടിന് 3 സൈഡുകളുണ്ട് അല്ലെ? 3 സൈഡും സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അതുകൂടാതെ ഇതൊരു ക്ലോസ്ഡ് ഫിഗറും കൂടെയാണ്. അപ്പം ഇതുപോലുള്ള ഫിഗറിനെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് പറയുന്നത്. പോളിഗൺസ് അല്ലെ? അതായത് ആ ഫിഗർ ക്ലോസ്ഡ് ആയിരിക്കണം. അതുകൂടാതെ ആ ഫിഗറിന്റെ സൈഡ്സ് അഥവാ വശങ്ങളെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. അതും കൂടാതെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് പോളിഗണ്. അതായത് അതിന്റെ വശങ്ങളുടെ എണ്ണം മിനിമം 3 എണ്ണം എങ്കിലും ഉണ്ടായിരിക്കണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫിഗറുകളാണ് പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ. അപ്പൊ പോളിഗൺസ് എന്താ നമ്മൾ പഠിച്ചില്ലേ? വളരെ ഈസി ആയിട്ട് പഠിച്ചില്ലേ ഒരു ഗെയിമിലൂടെ? എന്താണ് പോളിഗൺസ് ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. അതുകൂടാതെ സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. പിന്നെ മിനിമം 3 സൈഡ്സ് എന്തെങ്കിലും ഉണ്ടാവണം. മിനിമം 3 സൈഡ്സ് ഉണ്ടാവണം. അതായത് 3ഓ 3ൽ കൂടുതലോ സൈഡ്സ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഫിഗറുകളെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് വിളിക്കുന്നത്. ഈ മുതലേ നമുക്ക് ഇങ്ങനെയും കൂട്ടിലാക്കാലോ. അതായത് 4 വരകൾ വരച്ച് നമുക്ക് ഈ മുതലയെ കൂട്ടിലാക്കാലോ. അപ്പൊ അതൊരു പോളിഗൺ ആണോ? അതെ. അതായത് ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം, സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, മിനിമം 3 സൈഡെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഫിഗറുകളെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് പറയുന്നത്. അതായത് ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം, സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, മിനിമം 3 സൈഡെങ്കിലും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
ഈ ഫിഗർ ഇതൊരു പോളിഗൺ ആണോ? നോക്കിയേ. അല്ല. കാര്യം എന്താണ്? ഇതിന് രണ്ട് സൈഡ്സ് മാത്രമേ ഉള്ളൂ. ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്. അപ്പൊ ഇതൊരു പോളിഗൺ അല്ല. എങ്കിൽ ഞാൻ വേറൊരു ഫിഗർ വരയ്ക്കാം. മൂന്നിൽ കൂടുതൽ സൈഡുള്ള ഒരു ഫിഗർ വരയ്ക്കാം. ഇതൊരു പോളിഗൺ ആണോ? നോക്കിയേ. സൈഡ്സ് മൂന്നിൽ കൂടുതലുണ്ട്. 1, 2, 3, 4. 4 സൈഡ്സ് ഉണ്ട്. പിന്നെ സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസും അല്ലേ? അതെ, എല്ലാ സൈഡ്സും സ്ട്രെയിറ്റ് ലൈൻസും ആണ്. അപ്പൊ ഇതൊരു പോളിഗൺ ആണോ? അല്ല. കാര്യം എന്താ? അതിന്റെ അടുത്ത കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് ഇതൊരു ക്ലോസ്ഡ് ഫിഗർ അല്ല. അതായത് ഈ ഫിഗറിനകത്ത് ഞാൻ ഒരു മുതലയെ കൊണ്ടിട്ടാൽ ആ മുതലയ്ക്ക് രക്ഷപ്പെടാൻ സ്ഥലമുണ്ട്. ആ മുതലയ്ക്ക് ഇതിലൂടെ രക്ഷപ്പെടാം. അതുകൊണ്ട് ഇതൊരു ക്ലോസ്ഡ് ഫിഗർ അല്ല. അതേസമയം ഞാൻ ഈ ഫിഗറിൽ ഞാൻ ഒരു മുതലയെ കൊണ്ടിട്ടു. ഇത് മുതലയാന്ന് വിചാരിച്ചു. ഈ മുതലയ്ക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല. കാര്യം എന്താ? 4 സൈഡും ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ഈ മുതലയ്ക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇതിന് എത്ര സൈഡ്സ് ഉണ്ട്? 1, 2, 3, 4 സൈഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇതും സാറ്റിസ്ഫൈ ചെയ്തില്ലേ? മിനിമം 3 സൈഡ്സ് ഉണ്ടാവണം. അപ്പം ഇതിന് 4 സൈഡ് ഉണ്ട്. 3ൽ കൂടുതൽ സൈഡ് ഉണ്ട്. ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ് അല്ലേ? അതെ. അപ്പൊ ആ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എന്താണ്? വശങ്ങളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഇതിന്റെ വശങ്ങളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണോ? യെസ്, ഇതിന്റെ വശങ്ങളെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇതൊരു പോളിഗൺ ആണ്. എന്താണ്? പോളിഗൺ. ഇപ്പൊ പോളിഗൺ എന്താണെന്ന് ഈസി ആയിട്ട് പഠിച്ചില്ലേ? ഗുഡ്. ഇനി നമുക്ക് എന്താ പഠിക്കാൻ പോകുന്നത്? ഇനി നമുക്ക് പോളിഗൺ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് പോളിഗണെ കുറിച്ച് പഠിക്കാം. ആദ്യത്തെ ഫിഗർ ഒന്ന് നോക്കിയേ. ഇതില് ആദ്യത്തെ ഫിഗർ ഇതിലെന്താണ്? ഇതിന്റെ ഉള്ളിൽ ഒരു മുതലയെ കൊണ്ട് വെച്ചാൽ ആ മുതലയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല. കാര്യം ഇതിന്റെ 3 സൈഡും ക്ലോസ്ഡ് ആണ് അല്ലേ? അതെ. അതുപോലെ ഇതിന്റെ വശങ്ങളെല്ലാം സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണോ? അതെ, ഇതിന്റെ എല്ലാ സൈഡ്സും സ്ട്രെയിറ്റ് ലൈൻ ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. ഇതിന്റെ സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. അടുത്ത കണ്ടീഷൻ എന്താണ്? ഇതിന്റെ മിനിമം ഇതിന് 3 സൈഡ്സ് എങ്കിലും ഉണ്ടാവണം. ഇതിന് എത്ര സൈഡ്സ് ഉണ്ട്? 1, 2, 3. ഇതിന് 3 സൈഡ്സ് ഉണ്ട്. അപ്പൊ ഇതൊരു പോളിഗൺ അല്ലേ? ഉറപ്പല്ലേ? ഇതൊരു പോളിഗൺ ആണ്. ഓക്കെ. ഇനി നമുക്ക് രണ്ട് സൈഡുകൾ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഈ പോയിന്റിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്. അതായത് രണ്ട് സൈഡുകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് വെർട്ടെക്സ് അല്ലെ? മനസ്സിലായല്ലോ? രണ്ട് സൈഡുകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് വെർട്ടെക്സ്. ഓക്കെ. അപ്പം ഈ ഫിഗർ, ഒന്നാമത്തെ ഫിഗറിന് എത്ര വെർട്ടെക്സുകൾ ഉണ്ട്? ഇതിന് 1, 2, 3 വെർട്ടെക്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് എത്ര ആംഗിളുകൾ ഉണ്ട്? ഒരാംഗിൾ ഇത്, ഒരാംഗിൾ ഇത്, അടുത്ത ആംഗിൾ ഇത്. അതായത് ഈ ഫിഗറിന് എന്തൊക്കെയാണുള്ളത്? 3 സൈഡ്സ് ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്, 3 വെർട്ടെക്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഫിഗറിന് പറയുന്ന പേരെന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 3 സൈഡ്സും 3 ആംഗിൾസും ഉള്ള ഈ ഫിഗറിന് പറയുന്ന നമ്മൾ പേരെന്താണ്? ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ അഥവാ ത്രികോണം. 3 സൈഡ്സും 3 ആംഗിൾസും ഉള്ള ഈ ഫിഗറാണ് ട്രയാങ്കിൾ. ഈ ഫിഗർ ഒരു പോളിഗൺ അല്ലേ? അതെ. അപ്പം ട്രയാങ്കിൾ ഒരു പോളിഗൺ ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ഫിഗർ, രണ്ടാമത്തെ ഫിഗർ ഒന്ന് നോക്കിയേ. ഇതൊരു പോളിഗൺ ആണോ? ഒന്ന് നോക്കിയേ. പോളിഗണിന്റെ എല്ലാ കണ്ടീഷൻസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഇതിന്റെ ഉള്ളിൽ ഒരു മുതലയെ കൊണ്ടുപോയിട്ടാൽ നമുക്ക് മുതലയ്ക്ക് പുറത്ത് ചാടാൻ പറ്റുമോ? ഇല്ല. കാര്യം ഇതിന്റെ 4 സൈഡ്സും ക്ലോസ്ഡ് ആണ്. ഇതിന്റെ സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണോ? അതെ, ഇതിന്റെ എല്ലാ സൈഡും സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി അടുത്ത കണ്ടീഷൻ എന്നാ? മിനിമം 3 സൈഡ് എങ്കിലും ഉണ്ടാവണം. അപ്പൊ ഇതിന് എത്ര സൈഡ് ഉണ്ട്? 1, 2, 3, 4. 4 സൈഡുകളുണ്ട്. അപ്പം പോളിഗണിന്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അപ്പൊ ഇതൊരു പോളിഗൺ ആണ്. അപ്പൊ ഇതിന് എന്തൊക്കെയാണുള്ളത്? 4 സൈഡ്സ് ഉണ്ട്,
അതുപോലെ തന്നെ എത്ര വെർട്ടെക്സ് ഉണ്ട്? 1 2 3 4. 4 സൈഡ്സ് ഉണ്ട്, 4 വെർട്ടെക്സ് ഉണ്ട്. ഇനി എത്ര ആംഗിൾ ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4. 4 ആംഗിൾസും ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ഇതുപോലുള്ള ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്വാഡ്രിലാറ്ററൽസ്. ഇതുപോലുള്ള 4 സൈഡ്സ് 4 ആംഗിൾസ് ഉള്ള ഫിഗറിനെ, ക്ലോസ്ഡ് ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽസ്. അതായത് ക്വാഡ്രിലാറ്ററൽ ഒരു പോളിഗൺ ആണ്. ഇത് ക്ലോസ്ഡ് ഫിഗർ അല്ലേ? അതുകൊണ്ട് ക്വാഡ്രിലാറ്ററലും ഒരു പോളിഗൺ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊരു പോളിഗൺ ആണോ? ഒന്ന് നോക്കിയേ, ഇതൊരു പോളിഗൺ ആണോ? ഇതിന് എത്ര സൈഡ്സ് ഉണ്ട്? 5 സൈഡ്സ്. ഈ 5 സൈഡ്സും സ്ട്രെയിറ്റ് ലൈൻ ആണോ? നോക്കിയേ, അതെ, ഈ 5 സൈഡ്സും സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണോ? അതെ, ഇതൊരു ക്ലോസ്ഡ് ഫിഗറും ആണ്. അപ്പം ഇതൊരു പോളിഗൺ ആണ്. ഇതിന് എത്ര ആംഗിൾ ഉണ്ട്? 1 2 3 4 5. 5 ആംഗിൾ ഉണ്ട്. ഇതിന് എത്ര വെർട്ടെക്സ് ഉണ്ട്? 1 2 3 4 5. അതായത് ഈ ഫിഗർ എന്താണ്? ഈ ഫിഗറിന് 5 സൈഡ്സ് ഉണ്ട്, 5 ആംഗിൾസ് ഉണ്ട്, 5 വെർട്ടെക്സും ഉണ്ട്. ഈ ഫിഗറിനെ നമ്മൾ ഇതൊരു പോളിഗണും ആണ്. അപ്പൊ ഈ 5 സൈഡ്സ് ഉള്ള ഈ ഫിഗറിനെ, ഈ 5 സൈഡുള്ള ഈ ക്ലോസ്ഡ് ഫിഗറിനെ നമ്മൾ എന്ത് വിളിക്കും? പെന്റഗൺ. എന്താണ്? പെന്റഗൺ. പെന്റഗൺ എത്ര സൈഡ്സ് ഉണ്ട്? 5 സൈഡ്സ്. എത്ര ആംഗിൾസ് ഉണ്ട്? 5 ആംഗിൾസ്. മനസ്സിലായില്ലേ? 5 സൈഡ്സും 5 ആംഗിൾസും ഉള്ള ഈ ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെന്റഗൺ. എന്താണ്? പെന്റഗൺ. ഈ ഫിഗർ ഒരു പോളിഗൺ ആണോ? നോക്കിയേ, ഇതിന് എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4 5 6. 6 സൈഡ്സ് ഉണ്ട്. ഇതിന്റെ സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണോ? അതെ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കണക്ക് കൂട്ടുക. ഞാൻ വരച്ചപ്പം ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ സൈഡ്സ് എല്ലാം, എല്ലാ സൈഡ്സും സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. കറക്റ്റ് അല്ലേ? അതെ. ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണോ? അതെ, ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. കാര്യം എന്താ? ഇതിനകത്തൊരു മുതലയെ പിടിച്ചിട്ടാൽ ആ മുതലയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. അപ്പൊ ഈ ഫിഗറിന് എന്തൊക്കെയാണുള്ളത്? 6 സൈഡ്സ് ഉണ്ട്. ഇതിന് എത്ര വെർട്ടെക്സ് ഉണ്ട്? ഇതൊരു വെർട്ടെക്സ് ആണ്, ഇതൊരു വെർട്ടെക്സ് ആണ്, ഇതൊരു വെർട്ടെക്സ് ആണ്, ഇതെല്ലാം വെർട്ടെക്സ് ആണ്. അപ്പൊ എത്ര വെർട്ടെക്സ് ഉണ്ട്? 1 2 3 4 5 6. 6 സൈഡ്സ് ഉണ്ട്, 6 വെർട്ടെക്സ് ഉണ്ട്. പിന്നെ എന്താണ്? എത്ര ആംഗിൾസ് ഉണ്ട്? 6 ആംഗിൾസും ഉണ്ട്. അപ്പം 6 ആംഗിൾസ്, 6 സൈഡ്സ്, 6 വെർട്ടെക്സ് ഉള്ള ഈ ഫിഗർ ഒരു പോളിഗൺ ആണ്. ഈ പോളിഗണിന്റെ പേരെന്താണ്? ഈ പോളിഗണിന്റെ പേര് ഹെക്സഗൺ. ഈ പോളിഗണിന്റെ പേരെന്താണ്? ഈ പോളിഗണിന്റെ പേരാണ് ഹെക്സഗൺ. അപ്പൊ ഹെക്സഗണിന്റെ പ്രത്യേകത എന്താണ്? ആ ഹെക്സഗന് 6 സൈഡ്സ് ഉണ്ടാവും, 6 വെർട്ടെക്സ് ഉണ്ടാവും, 6 ആംഗിൾസും ഉണ്ടാവും അല്ലെ? ഇങ്ങനെയുള്ള പോളിഗണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെക്സഗൺ. അതായത് 6 സൈഡഡ് പോളിഗൺ അല്ലെ? 6 സൈഡഡ് പോളിഗൺ, അതാണ് ഹെക്സഗൺ. 6 സൈഡഡ് പോളിഗൺ ആണ് ഹെക്സഗൺ. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 7 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗർ, 7 സൈഡുള്ള ഒരു ഫിഗറിന് 7 സൈഡ്സ് ഉണ്ടാവും, 7 വെർട്ടെക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ 7 ആംഗിൾസും ആണ്. ഇതുപോലുള്ള ഫിഗറിനെ നമ്മൾ എന്ത് വിളിക്കും? നമുക്ക് നോക്കാം. 7. ഇതിന് എത്ര വെർട്ടെക്സ് ഉണ്ട്?
ഇതൊരു വെർട്ടെക്സ് ആണ്, ഇതൊരു വെർട്ടെക്സ് ആണ്, ഇതൊരു വെർട്ടെക്സ് ആണ്, ഇത് 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 എത്ര വെർട്ടെക്സ് ഉണ്ട്? 1 2 3 4 5 6 7 7 വെർട്ടെക്സ് ഉണ്ട്. 7 വെർട്ടെക്സ് ഉണ്ടല്ലോ. എത്ര സൈഡ്സ് ഉണ്ട്? 7 സൈഡ്സ് ഉണ്ട്. നോക്കിയേ 7 സൈഡ്സ് ഇല്ലേ? ഇതെല്ലാം എണ്ണുമ്പോൾ നമുക്ക് 7 സൈഡ്സ് കിട്ടും. 7 സൈഡ്സ് ഉണ്ട്. അതുപോലെ എത്ര ആംഗിൾ ഉണ്ട്? 7 ആംഗിളും ഉണ്ട്. 7 ആംഗിൾസും ഉണ്ട്. ഇതൊരു പോളിഗൺ ആണോ? അതെ, ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. നമ്മുടെ പോളിഗണിന്റെ എല്ലാ കണ്ടീഷൻസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതൊരു പോളിഗണും ആണ്. അപ്പൊ ഈ പോളിഗണെ നമ്മൾ എന്ത് വിളിക്കും? ഹെപ്റ്റഗൺ. എന്താണ്? ഹെപ്റ്റഗൺ. അപ്പൊ ഈ 7 സൈഡഡ് പോളിഗണെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഹെപ്റ്റഗൺ. 7 സൈഡഡ് പോളിഗൺ ആണ് ഹെപ്റ്റഗൺ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ 7 സൈഡഡ് പോളിഗൺ ആണ് ഹെപ്റ്റഗൺ എന്ന് പഠിച്ചു അല്ലെ? ഇനി നമ്മൾ ഇതിന്റെ ആംഗിൾസിന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ആംഗിൾസിന്റെ പ്രത്യേകതകൾ? നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഫിഗർ നോക്കിയേ, ഇതെന്താണ്? ഇതൊരു പോളിഗൺ അല്ലേ? ഈ പോളിഗണിന്റെ പേരെന്താണ് നമ്മൾ പഠിച്ചത്? ട്രയാങ്കിൾ അല്ലെ? ഈ പോളിഗണിന്റെ പേരാണ് ട്രയാങ്കിൾ. കാരണം എന്താ? ഇതിന് 3 സൈഡും 3 ആംഗിൾസും ഉണ്ട് അല്ലെ? 3 സൈഡും 3 ആംഗിൾസും ഉണ്ട്. ഈ ട്രയാങ്കിളിന് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്. ട്രയാങ്കിൾ എ ബി സി. അപ്പൊ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ട്രയാങ്കിൾസിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മ്. ഈ 3 ആംഗിൾസ് കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എത്രയാണ്? 180 ഡിഗ്രി. 180 ഡിഗ്രി. അതായത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ആണല്ലോ? ഉറപ്പല്ലേ? അപ്പൊ ഇത് ഓർത്ത് വെച്ചോണം. എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? 4 സൈഡുള്ള ഈ പോളിഗണിന്റെ പേര് എന്താണ്? പറഞ്ഞോ. ക്വാഡ്രിലാറ്ററൽ അല്ലെ? 4 സൈഡുള്ള ഈ പോളിഗണിന്റെ പേരാണ് ക്വാഡ്രിലാറ്ററൽ. 4 സൈഡ് മാത്രമല്ല 4 ആംഗിൾസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ക്വാഡ്രിലാറ്ററിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയായിരിക്കും? കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമുക്ക് ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് എന്തിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് നമുക്ക് അറിയാവുന്നത്? ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താലോ? അപ്പൊ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിനെ നമുക്ക് 2 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഈ ക്വാഡ്രിലാറ്ററിന് ഒരു പേര് കൊടുക്കുകയാണ്. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററിന് ഞാൻ ഒരു പേര് കൊടുത്തു, എ ബി സി ഡി. ഓക്കെ, അപ്പൊ നമുക്കുള്ളത് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ നമുക്കിനി നമ്മുടെ ആവശ്യം എന്താണ്? ഈ ക്വാഡ്രിലാറ്ററിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പം ഈ ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തേ? എയിൽ നിന്ന് സിയിലേക്ക് ഒരു വര വരച്ചു. ഓക്കെ, അതായത് ഞാൻ എന്താ ചെയ്തേ? ക്വാഡ്രിലാറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാൻ 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഡയഗണൽ വരച്ചു അല്ലെ? അപ്പൊ എന്താണ് ഡയഗണൽ? ഡയഗണൽ എന്താണ്? നമ്മൾ വെർട്ടെക്സ് എന്താണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു. ഇതിനകത്ത് എ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ആണ്, ബി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ആണ്, സി ഒരു വെർട്ടെക്സ് ആണ്, ഡി ഒരു വെർട്ടെക്സ് ആണ്. അപ്പൊ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അകലെയുള്ള 2 വെർട്ടെക്സുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈനാണ് അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത്. എന്താണ്? അകലെയുള്ള വെർട്ടെക്സുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ലൈനാണ് ഡയഗണൽ അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ വെർട്ടെക്സ് എയിൽ നിന്ന് വെർട്ടെക്സ് ബിയിലേക്ക് നമുക്കൊരു ഡയഗണൽ വരയ്ക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല. കാര്യം എന്താ? ഈ വെർട്ടെക്സ് എയും വെർട്ടെക്സ് ബിയും അടുത്തടുത്ത വെർട്ടെക്സുകളാണ്. അടുത്തടുത്ത വെർട്ടെക്സുകൾ തമ്മിൽ നമുക്ക് ഒരു ഡയഗണൽ വരയ്ക്കാൻ സാധിക്കില്ല. ഡയഗണൽ വരയ്ക്കാൻ സാധിക്കുന്ന എപ്പോഴാണ്? അകലെയുള്ള വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ഡയഗണൽ അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡിയിലേക്ക്, എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ഡയഗണൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? ഡി എന്ന് പറയുന്നത് എയുടെ അടുത്ത് കിടക്കുന്ന വെർട്ടെക്സ് ആണ്. അപ്പം അടുത്തടുത്ത വെർട്ടെക്സിലേക്ക് നമുക്കൊരു ഡയഗണൽ വരയ്ക്കാൻ സാധിക്കില്ല. നമുക്ക് ഡയഗണൽ വരയ്ക്കാൻ സാധിക്കുന്ന എപ്പോഴാണ്? അകലെയുള്ള വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് ഡയഗണൽ. അപ്പൊ ഞാൻ എന്താ ചെയ്തു? ഈ ക്വാഡ്രിലാറ്ററിനെ ഒരു ഡയഗണൽ വരച്ച് 2 ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് ഏതൊക്കെയാണ് ട്രയാങ്കിൾ? ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ അല്ലെ? അപ്പൊ നമുക്ക് എന്തറിയാം? സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാമല്ലേ?
അപ്പൊ നമുക്ക് ഇവിടെ എത്ര ഇന്നർ ആംഗിൾസ് ഉണ്ട്? എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 2 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ നമ്മുടെ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? 2 ട്രയാങ്കിൾസിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം ആണ്. അതായത് 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി അല്ലെ? അതായത് 2 into 180 ഡിഗ്രി. 2 into 180 ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രി. എത്രയാണ്? 360 ഡിഗ്രി. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എത്രയാണെന്ന് കിട്ടിയില്ലേ? എത്രയാണ്? 360 ഡിഗ്രി. കറക്റ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്കിനി അടുത്ത പോളിഗണിലേക്ക് പോകാം. എന്താണ് ഈ പോളിഗണിന്റെ പേരെന്താണ്? ഇതിന് എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4 4 5 5 സൈഡ്സ് ഉണ്ട്. 5 സൈഡ്സ് ഉള്ള ഈ പോളിഗൺ നമ്മൾ വിളിക്കുന്ന പേരാണ് പെന്റഗൺ. ഇത് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതല്ലേ? 5 സൈഡ്സ് ഉള്ള ഈ പോളിഗണെ വിളിക്കുന്ന പേരാണ് പെന്റഗൺ. അപ്പൊ ഈ പെന്റഗണിന് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്. എ ബി സി ഡി ഇ. ഓക്കെ, ഈ പെന്റഗൺ നമ്മൾ പേര് കൊടുത്തു. അപ്പം ഇതിന് എത്ര ആംഗിൾസ് ഉണ്ട്? 5 ആംഗിൾസ് ഉണ്ട് അല്ലെ? ഈ പെന്റഗണ് 5 ആംഗിൾസ് ഉണ്ട്, 5 സൈഡ്സ് ഉണ്ട്, 5 വെർട്ടെക്സും ഉണ്ട്. അപ്പം ഇതിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്താണ് ക്വാഡ്രിലാറ്ററിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്താണ്? ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ച് ട്രയാങ്കിൾസ് ആയിട്ട് ആ ക്വാഡ്രിലാറ്ററിനെ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം എത്ര ട്രയാങ്കിൾ വന്നെന്ന് നോക്കി അങ്ങനെ ഓരോ ട്രയാങ്കിൾസിന്റെയും ഇന്നർ ആംഗിൾസിന്റെ സം എടുത്ത് ആഡ് ചെയ്തു അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഡയഗണൽ വരയ്ക്കാം? ഞാനിപ്പോ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എങ്ങോട്ടൊക്കെ ഡയഗണൽ വരയ്ക്കാം? ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അകലെ കിടക്കുന്ന വെർട്ടെക്സുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയാണ് ഡയഗണൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എയുടെ അടുത്ത് കിടക്കുന്ന വെർട്ടെക്സുകൾ ഏതൊക്കെയാണ്? ബിയും ഇയും. അപ്പം എയിൽ നിന്ന് ബിയിലേക്കും ഇയിലേക്കും ഡയഗണൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് എങ്ങോട്ടൊക്കെയാണ്? സിയിലേക്കും ഡിയിലേക്കുമാണ് നമുക്ക് ഡയഗണൽ വരയ്ക്കാൻ പറ്റുന്നത്. കാരണം സിയും ഡിയും വെർട്ടെക്സ് ഡിയും ആണ് എയിൽ നിന്ന് അകലെ കിടക്കുന്ന വെർട്ടെക്സുകൾ. അപ്പൊ ഞാൻ വെർട്ടെക്സ് എയിൽ നിന്ന് വെർട്ടെക്സ് സിയിലേക്ക് ഒരു ഡയഗണൽ വരച്ചു. അതുപോലെ തന്നെ വെർട്ടെക്സ് എയിൽ നിന്ന് വെർട്ടെക്സ് ഡിയിലേക്ക് ഒരു ഡയഗണൽ വരച്ചു. അപ്പം ഈ 2 ഡയഗണൽ വരച്ചപ്പോഴത്തേനും നമുക്ക് തന്നിരിക്കുന്ന പെന്റഗൺ എങ്ങനെ സ്പ്ലിറ്റ് ആയി? അങ്ങനെ എത്ര ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് നോക്കിയേ. ഇതൊരു ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ, ഇത് തേർഡ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പെന്റഗണെ നമ്മൾ ഡയഗണൽ വരച്ച് 3 ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പെന്റഗന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയായിരിക്കും? സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ നമുക്ക് എത്രയായിരിക്കും? 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി. അതായത് എത്രയാണ്? 3 into 180 ഡിഗ്രി. എത്രയാണ്? 540 ഡിഗ്രി. എത്രയാണ്? 540 ഡിഗ്രി. അപ്പം പെന്റഗന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 540 ഡിഗ്രി. എത്രയാ? 540 ഡിഗ്രി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 8 സൈഡ്സ് ഉള്ള ഇതൊരു പോളിഗൺ ആണോ? ആദ്യം നമുക്ക് അത് നോക്കാം. ആണ്. കാര്യം എന്താണ്? ഇത് ക്ലോസ്ഡ് ആണ്. ഇതിന്റെ വശങ്ങളെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇതിന് മിനിമം 3 സൈഡിൽ എങ്കിലും ഉണ്ട്. അതായത് 3ൽ കൂടുതൽ സൈഡ് ഉണ്ട്. ഇതിന് എത്ര സൈഡ് ഉണ്ട്? ഇതിന് 8 സൈഡ്സ് ഉണ്ട്. 8 സൈഡ്സ് ഉണ്ട്, 8 വെർട്ടെക്സുകൾ ഉണ്ട്, 8 ആംഗിൾസും ഉണ്ട്. അങ്ങനെ 8 സൈഡ്സും 8 സൈഡ്സും 8 വെർട്ടെക്സും 8 ആംഗിൾസും ഉള്ള ഈ പോളിഗണെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ഒക്ടഗൺ. ഒക്ടഗൺ. എന്താണ്? ഒക്ടഗൺ. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ഒക്ടഗൺ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് നോക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒക്ടഗന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ്? നമ്മൾ എങ്ങനെയാണ് ഇതിനു മുമ്പുള്ള പെന്റഗണ്ടെ കണ്ടുപിടിച്ചത്? ഡയഗണൽസ് വരച്ചു. ഡയഗണൽസ് വരച്ച് അതിനെ പല ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ നമുക്ക് ഇതിന് നോക്കാം. ഇവിടെ ഞാൻ ഈ 1 എന്ന് പറയുന്ന ഈ വെർട്ടെക്സിൽ നിന്ന് എനിക്ക് എങ്ങോട്ടൊക്കെ ഡയഗണൽ വരയ്ക്കാം? 1ൽ നിന്ന് 3ലേക്ക് ഡയഗണൽ വരയ്ക്കാം, 4ലേക്ക് വരയ്ക്കാം, 5ലേക്ക് വരയ്ക്കാം, 6ലേക്ക് വരയ്ക്കാം, 7ലേക്കും വരയ്ക്കാം അല്ലെ? അപ്പം
ഒന്നിൽ നിന്ന് 3ലേക്ക് വരച്ചു, ഒന്നിൽ നിന്ന് 4ലേക്ക് ഡയഗണൽ വരച്ചു, അതുപോലെ തന്നെ ഒന്നിൽ നിന്ന് 5ലേക്ക് ഡയഗണൽ വരച്ചു, അതുപോലെ തന്നെ ഒന്നിൽ നിന്ന് എങ്ങോട്ട് വരച്ചു, ഒന്നിൽ നിന്ന് 6ലേക്ക് ഡയഗണൽ വരച്ചു, അതുപോലെ തന്നെ ഒന്നിൽ നിന്ന് 7ലേക്കും ഡയഗണൽ വരച്ചു. ഈ ഡയഗണൽസ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണേ. ഓക്കെ, ഞാൻ വരച്ചപ്പം അത് മാറി പോയിട്ടുണ്ട്, എന്നാൽ ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നിൽ നിന്ന് 3, 4, 5, 6, 7 എന്ന് പറയുന്ന എല്ലാ വെർട്ടെക്സിലേക്കും നമ്മൾ ഡയഗണൽ വരച്ചു. അങ്ങനെ ഡയഗണൽ വരച്ച് നമ്മൾ ഈ ഒക്ടഗണെ എത്ര ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു നോക്കിയേ. ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ ആണ്, ഇത് അടുത്ത ട്രയാങ്കിൾ ആണ്, ഇത് 4ാമത്തെ ട്രയാങ്കിൾ ആണ്, ഇത് 5ാമത്തെ ട്രയാങ്കിൾ ആണ്, ഇത് 6ാമത്തെ ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഒക്ടഗണെ ഡയഗണൽ വരച്ച് നമ്മൾ എത്ര ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 6 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ഒക്ടഗൺ എന്ന് പറയുന്നത് എത്രയാണ്? 6 × 180 ഡിഗ്രി. അപ്പൊ എത്രയായിരിക്കും 6 × 180 ഡിഗ്രി? 1080 ഡിഗ്രി. അപ്പം സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ഒക്ടഗൺ എന്ന് പറയുന്നത് 1080 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ വേറൊരു പോളിഗണെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. എന്താണ്? ഹെക്സഗൺ. ഹെക്സഗൺ എത്ര സൈഡ്സ് ഉണ്ട്? ഹെക്സഗണ് 6 സൈഡ്സ് അല്ലേ? 6 സൈഡ്സ് നമുക്ക് നോക്കാം. അപ്പം 6 സൈഡ്സ് ഉള്ള ഹെക്സഗൺ ഞാൻ വരച്ചു. അപ്പൊ ഇതിനെ നമുക്ക് എത്ര ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം? ഏതൊക്കെ വെർട്ടെക്സിൽ നിന്ന് ഏതൊക്കെ വെർട്ടെക്സിലോട്ടാണ് നമുക്ക് ഡയഗണൽ വരയ്ക്കേണ്ടത്? നമുക്ക് ഹെക്സഗണിന് പേര് കൊടുക്കാം. A, B, C, D, E, F. അപ്പൊ ഞാൻ എയിൽ നിന്ന് സിയിലേക്ക് വരച്ചു, എയിൽ നിന്ന് ഡിയിലേക്ക് വരച്ചു, എയിൽ നിന്ന് ഇയിലേക്ക് വരച്ചു. അപ്പൊ എത്ര ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ഈ ഹെക്സഗണെ ഡിവൈഡ് ചെയ്തു? 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ഹെക്സഗൺ എത്രയാണ്? ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? എത്ര ട്രയാങ്കിൾ ആണ്? 4 × 180 ഡിഗ്രി. അപ്പൊ എത്രയാണ് 4 × 180 ഡിഗ്രി? എത്രയാണ്? 720 ഡിഗ്രി. അപ്പൊ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ഹെക്സഗൺ എന്ന് പറയുന്നത് 720 ഡിഗ്രി ആണ്. ഓക്കെ, ഇത്ര നിങ്ങൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇത്ര പഠിച്ചതെന്ന് നമുക്ക് നോക്കാം അല്ലെ. നമ്മൾ പഠിച്ചു ഒരു ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ്. നമ്പർ ഓഫ് സൈഡ്സ് 4 അല്ലെ? 4 സൈഡ്സ് ഉണ്ട്. ആ 4 സൈഡ്സ് ഉള്ള ക്വാഡ്രിലാറ്ററിനെ നമ്മൾ ഡയഗണൽ വരച്ച് എത്ര ട്രയാങ്കിൾസ് ആയിട്ടാ സ്പ്ലിറ്റ് ചെയ്തേ? 2 അല്ലെ? അതായത് 4 - 2. 4 - 2 ട്രയാങ്കിൾസ് ആയിട്ടല്ലേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേ അല്ലെ? 4 - 2 എന്ന് പറയുന്നല്ലേ 2 അല്ലെ? അതെ. അപ്പൊ 4 സൈഡുള്ള ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിൾ ആയിട്ട് ഡയഗണൽ വരച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ അപ്പൊ ക്വാഡ്രിലാറ്ററിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 2 × 180 ഡിഗ്രി, അതായത് 360 ഡിഗ്രി ആണ്. അതായത് 4 - 2 × 180 ഡിഗ്രി. അതല്ലേ? 4 - 2 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 2 × 180 ഡിഗ്രി എന്ന് എഴുതിയാലും 4 - 2 × 180 ഡിഗ്രി എന്ന് എഴുതിയാലും കറക്റ്റ് അല്ലേ? അതെ, കാരണം 4 - 2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ്. ആ ക്വാഡ്രിലാറ്ററിനെ നമ്മൾ ഡയഗണൽ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ട്രയാങ്കിളിന്റെ എണ്ണമാണ്. അപ്പം ക്വാഡ്രിലാറ്ററിന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 2 × 180, 360 ഡിഗ്രി. അങ്ങനെയാണ് നമുക്ക് പെന്റഗന്റെ നോക്കിയേ. പെന്റഗൺ എത്ര സൈഡ്സ് ഉണ്ട്? 5 സൈഡ്സ് ഉണ്ട്. അപ്പൊ അതിനെ 2 ഡയഗണൽ വരച്ച് നമ്മൾ എത്ര ട്രയാങ്കിൾ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്? 5 - 2. 5 - 2 എന്ന് പറയുന്നല്ലേ 3. 5 - 2 ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് 3 ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 5 - 2 × 180, അതായത് 3 × 180 ഡിഗ്രി എന്ന് പറയുന്നത് 540 ഡിഗ്രി. അങ്ങനെ നമ്മൾ ഹെക്സഗന്റെ കാര്യം പഠിച്ചില്ലേ? ഹെക്സഗൺ എത്ര സൈഡ്സ് ഉണ്ട്? ഹെക്സഗൺ 6 സൈഡ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡയഗണൽ ഉപയോഗിച്ച് ഹെക്സഗണെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി? 4. അതായത് 6 - 2 ട്രയാങ്കിൾസ് കിട്ടി അല്ലെ? 6 - 2 അല്ലെ 4? 6 - 2 ട്രയാങ്കിൾസ് കിട്ടി. അപ്പം അതിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 4 × 180 ഡിഗ്രി, 720 ഡിഗ്രി. അതായത് 6 - 2 × 180 ഡിഗ്രി അതല്ലേ 720? 4 ×
180. അതാണ് 720 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഹെപ്റ്റഗൺ, ഹെപ്റ്റഗൺ എത്ര സൈഡ്സ് ഉണ്ട്? നമ്പർ ഓഫ് സൈഡ്സ് 7. അങ്ങനെയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഹെപ്റ്റഗണെ ഡയഗണൽ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടും? നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു. നമ്മൾ അത് ചെയ്ത് നോക്കിയില്ല, നമുക്ക് ഇവിടെ നോക്കാം. അതായത് ഹെപ്റ്റഗൺ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇവിടെ കിട്ടിയത് എത്രയാണ്? 5 സൈഡുള്ള പെന്റഗണെ നമ്മൾ ഡയഗണൽ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? 5 - 2 3 ട്രയാങ്കിൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ 7 സൈഡുള്ള ഹെപ്റ്റഗണെ നമ്മൾ ഡയഗണൽ വരച്ച് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ട്രയാങ്കിൾസ് കിട്ടണം? എത്ര കിട്ടണം ആലോചിച്ച് നോക്കിയേ. 7 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 5. 5 ട്രയാങ്കിൾസ് കിട്ടണം അല്ലെ? അപ്പം ഹെപ്റ്റഗൺ 7 സൈഡുള്ള ഹെപ്റ്റഗണെ ഡയഗണൽ വരച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പം നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി? 5 ട്രയാങ്കിൾസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 5 × 180. അതായത് 7 - 2 × 180 ഡിഗ്രി, അതായത് 900 ഡിഗ്രി. ഇനി നമുക്ക് അടുത്ത് നോക്കാം ഒക്ടഗൺ. ഒക്ടഗൺ എത്ര സൈഡ്സ് ഉണ്ട്? 8 സൈഡ്സ് ഉണ്ട്. നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി? 8 - 2 = 6. 6 ട്രയാങ്കിൾസ് കിട്ടി. അതിന്റെ ആംഗിൾസിന്റെ സം എത്രയാണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ്? n - 2, അതായത് 8 - 2 × 180 ഡിഗ്രി. 8 - 2 എന്ന് പറഞ്ഞാൽ 6 × 180 ഡിഗ്രി. 6 × 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1080 ഡിഗ്രി. മനസ്സിലായല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n സൈഡുള്ള ഒരു പോളിഗൺ, നമ്മൾ എടുക്കുക, ഒന്ന് കൺസിഡർ ചെയ്യുക. ആ പോളിഗണ് n സൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഡയഗണൽ ഉപയോഗിച്ച് ആ പോളിഗണെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ട്രയാങ്കിൾസ് കിട്ടും? എത്ര കിട്ടും? n - 2 അല്ലെ? n - 2 ട്രയാങ്കിൾസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? n - 2 × 180 ഡിഗ്രി അല്ലെ? n - 2 × 180 അല്ലേ? അതങ്ങനെയല്ലേ നമ്മൾ മുകളിൽ കണ്ടത്? അതെ. അപ്പം സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ആൻ n സൈഡഡ് പോളിഗൺ എന്ന് പറയുന്നത് n - 2 × 180 ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഇതൊന്ന് എല്ലാവരും ഒന്ന് മനഃപ്പാഠം പഠിക്കണം. ഓക്കെ, അതായത് n സൈഡ്സ് ഉള്ള ഒരു പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് n - 2 × 180 ആയിരിക്കും. എത്രയാണ്? n - 2 × 180. എത്രയാണ്? n സൈഡുള്ള ഒരു പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് n - 2 × 180 ആയിരിക്കും. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഇത് എല്ലാവരും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു n സൈഡഡ് പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് n - 2 × 180 ഡിഗ്രി ആണെന്ന് അല്ലെ? അങ്ങനെയാണെങ്കിൽ 12 സൈഡുള്ള ഒരു പോളിഗൺ അതിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞേ. സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? നമ്മൾ പഠിച്ചത് എത്രയാണ്? 12 സൈഡ് n സൈഡുള്ള ഒരു പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ n - 2 × 180. അങ്ങനെയാണെങ്കിൽ 12 സൈഡഡ് പോളിഗൺ ആണെങ്കിലോ 12 - 2 × 180. 12 - 2 എത്രയാണ്? 10 × 180 ഡിഗ്രി, അതായത് 1800 ഡിഗ്രി. അതായത് 12 സൈഡുള്ള ഒരു പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 1800 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് ഈക്വൽ ടു 720 ഡിഗ്രി. അതായത് ക്വസ്റ്റ്യൻ എന്താണ്? ഏതെങ്കിലും ഒരു പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 2700 ഡിഗ്രി ആകുമോ? 2700 ഡിഗ്രി ആകുമോ? ഏതെങ്കിലും ഒരു പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 2700 ഡിഗ്രി ആകുമോ? അതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്കറിയാം n സൈഡുള്ള ഒരു പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് n - 2 × 180 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സം ഓഫ് ആംഗിൾസ് എപ്പോഴും 180 ഡിഗ്രിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ? 180യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ന് നോക്കാം, ഈ 2700 എന്നുള്ളത്
180യുടെ ഒരു മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ പോരെ. അപ്പൊ 2700 എന്നുള്ളത് 180യുടെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ നമുക്ക് എന്താ ചെയ്യണ്ടേ? 2700നെ നമുക്ക് 180 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്താലോ? 270 എത്ര 180 ഉണ്ട്? 1. അപ്പം 180 0 17 ന്ന് 8 പോയാൽ 9. അപ്പം ഈ 0 താഴേക്ക് 900. 900 എത്ര 180 ഉണ്ട്? 5. അപ്പം 900. ഇതിന്റെ റിമൈൻഡർ എത്രയാ വന്നത്? റിമൈൻഡർ 0 ആണ് വന്നത്. അപ്പം 2700 എന്നുള്ളത് 180യുടെ ഒരു മൾട്ടിപ്പിൾ ആണോ? അതെ, 2700 എന്നുള്ളത് 180യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2700 എന്നുള്ളത് ഏതോ ഒരു പോളിഗന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. അപ്പൊ എന്താണ് 2700 എന്നുള്ളത്? ഒരു പോളിഗന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ പോളിഗണ് എത്ര സൈഡ്സ് ഉണ്ടാവും നോക്കിയേ. ഇവിടെ നമുക്ക് എന്താണ്? അപ്പൊ നമുക്ക് എന്നാ 2700 നമുക്ക് എങ്ങനെ എഴുതാം? 2700നെ നമുക്ക് 15 into 180 ഡിഗ്രി എന്ന് എഴുതാലോ. അപ്പൊ ഇതെന്താണ്? ഇത് അതിനകത്ത് ഉണ്ടാകുന്ന നമ്പർ ഓഫ് ആ പോളിഗണെ ഡയഗണൽസ് ഉപയോഗിച്ച് പല ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ട്രയാങ്കിൾസിന്റെ എണ്ണമാണ് 15. അതായത് n-2 എന്ന് പറയുന്നതാണ് 15. അങ്ങനെയാണെങ്കിൽ n എത്രയാണ്? n is equal to 15 plus 2, അതായത് 17. അതായത് ഇതിന് എത്ര സൈഡ്സ് ഉണ്ട്? ഇതൊരു 17 സൈഡഡ് പോളിഗൺ ആയിരിക്കും. എന്താണ്? ഒരു 17 സൈഡഡ് പോളിഗൺ ആയിരിക്കും. അപ്പൊ ഒരു 17 സൈഡഡ് പോളിഗന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2700 ഡിഗ്രി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the sum of angles of a 52 sided polygon? 52 സൈഡുള്ള ഒരു പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? അത് നമുക്ക് കണ്ടുപിടിക്കാം. n സൈഡ് ഉള്ളതിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? n-2 into 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ n എത്രയാണ്? 52. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 52 minus 2 into 180 ഡിഗ്രി. 52 minus 2 എത്രയാണ്? 50. 50 into 180 ഡിഗ്രി. 50 into 180 എത്രയാണ്? 9000 ഡിഗ്രി. അതായത് 52 സൈഡഡ് പോളിഗന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 9000 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, നമുക്ക് ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ ദ ആംഗിൾസ് ഓഫ് എ 20 sided polygon, all the angles of a 20 sided polygon are the same. അതായത് ഒരു 20 സൈഡുള്ള പോളിഗന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളും എത്ര വീതമാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗിൾ എത്രയാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. അതായത് 20 സൈഡുള്ള ഒരു പോളിഗന്റെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗിൾസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 20 സൈഡ് ഒരു 20 സൈഡഡ് പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? നമുക്കറിയാം 20 minus 2 into 180 ഡിഗ്രി. 20 minus 2 18 into 180 ഡിഗ്രി. 18 into 180 ഡിഗ്രി എത്രയാണ്? 3240 ഡിഗ്രി. അപ്പൊ സം ഓഫ് ആംഗിൾസ് കിട്ടി. സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 3240 ഡിഗ്രി. ഇനി ഇതിന് എത്ര സൈഡ് ഉണ്ട്? 20 സൈഡ്സ് ഉണ്ട് അല്ലെ? 20 സൈഡ്സ് ഉണ്ട്. അപ്പം ഇതിന് എത്ര ആംഗിൾസ് കാണും? 20 ആംഗിൾസും കാണും അല്ലെ? 20 സൈഡ്സും 20 ആംഗിൾസും കാണും. അങ്ങനെയാണെങ്കിൽ ഈ 20 ആംഗിൾസും ഈക്വൽ ആണെന്നാണ് പറയുന്നത് അല്ലെ? അതല്ലേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 20 sided polygon are same. The angles of a 20 sided polygon are same. അതായത് ഇതിന്റെ 20 സൈഡുള്ള ഈ പോളിഗന്റെ 20 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? നമുക്ക് സം ഓഫ് ആംഗിൾ എത്രയാണെന്ന് അറിയാം. 3240 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആംഗിൾ എത്രയായിരിക്കും? അപ്പം ആംഗിൾ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം? 3240നെ അതിന്റെ നമ്പർ ഓഫ് ആംഗിൾസ്, അതായത് എത്ര ആംഗിൾ ഉണ്ട്? 20 ആംഗിൾസ്. അപ്പൊ 20 വെച്ച്
ഡിവൈഡ് ചെയ്യണം. 3240 20 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 162 ഡിഗ്രി. അതായത് ഇതിനകത്തെ ഓരോ ആംഗിളും 162 ഡിഗ്രി വീതമായിരിക്കും. എത്രയാണ്? ഈ 20 സൈഡഡ് പോളിഗന്റെ ഓരോ ആംഗിളും 162 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പോളിഗൺസ്. പോളിഗൺസ് എന്താന്ന് പഠിച്ചു. പോളിഗൺസ് എന്താണ്? അതൊരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. അതിന്റെ സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ അതിന് മിനിമം 3 സൈഡ്സ് എങ്കിലും ഉണ്ടാവണം. ഓക്കെ, ഇങ്ങനെ വരുന്ന ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിഗൺസ് എന്ന് പഠിച്ചു. ഏതാണ്? ഒന്നാമത്തെ ട്രയാങ്കിൾ. ട്രയാങ്കിൾസിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എത്രയാണ്? 180 ഡിഗ്രി ആണ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ്, 4 ആംഗിൾസ് അല്ലെ. ഇതിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ്? 360 ഡിഗ്രി ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ പെന്റഗൺ. പെന്റഗൺ എത്ര സൈഡ്സ് ഉണ്ട്? പെന്റഗണ് 5 സൈഡ്സ് അല്ലെ. പെന്റഗൺ നമുക്ക് എത്ര സൈഡ്സ് ഉണ്ട്? 5 സൈഡ്സ്. എത്ര ആംഗിൾസ് ഉണ്ട്? 5 ആംഗിൾസ്. അപ്പൊ അതിന്റെ സം എത്രയാണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 540 ആയിരിക്കും അല്ലെ. അതുപോലെ പിന്നെ നമ്മൾ അടുത്ത് പഠിച്ചത് എന്താണ്? ഹെക്സഗൺ. ഹെക്സഗൺ എത്ര സൈഡ്സ് ഉണ്ട്? 6 സൈഡ്സ് അല്ലെ. ഹെക്സഗൺ നമുക്ക് 6 സൈഡ്സ് ഉണ്ട്. അപ്പൊ ഇതിന് എത്ര ആംഗിൾസ് ഉണ്ട്? 6 ആംഗിൾസും ഉണ്ട്. അപ്പൊ ഇതിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ്? 720 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് ഹെപ്റ്റഗൺ. ഹെപ്റ്റഗൺ എത്ര സൈഡ്സ് ഉണ്ട്? 7 സൈഡ്സും 7 ആംഗിൾസും അല്ലെ. 7 സൈഡ്സും 7 ആംഗിൾസും ഉണ്ട് ഹെപ്റ്റഗണ്. ഹെപ്റ്റഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ്? 900 ഡിഗ്രി. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഒക്ടഗൺ. ഒക്ടഗൺ എത്ര സൈഡ്സ് ഉണ്ട്? ഒക്ടഗണ് 8 സൈഡ്സ് ഉണ്ട്. 8 സൈഡ്സ്. ഇതിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയായിരിക്കും? 1080 ഡിഗ്രി. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? സം ഓഫ് ആംഗിൾസ് ഓഫ് ആൻ എൻ സൈഡഡ് പോളിഗൺ എന്ന് പറയുന്നത് എത്രയാണ്? n-2 into 180 ഡിഗ്രി ആയിരിക്കും. എത്രയാണ്? n-2 into 180 ഡിഗ്രി. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Manorama Horizon. Learning made simple.